ഹലോ എവ്രി വൺ. അങ്ങനെ നീണ്ട 6 വർഷത്തെ അധ്വാനത്തിന് ശേഷം മോളിൻ്റെ കോൺവൊക്കേഷനാണ്. ഞാനും അമ്മയും കൂടെ ഇതാ കോൺവൊക്കേഷൻ കൂടാനായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ഓഫീസിന് കുറച്ച് നേരത്തെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ ലീവ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൂടെ വരാൻ പറ്റില്ല. ഫംഗ്ഷൻ അന്ന് മോർണിംഗ് ആണ് എത്തുക. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി രാജാറാണിക്കാണ് പോകുന്നത്. പിറ്റേന്ന് മോർണിംഗ് ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും ട്രിവാൻഡ്രം എത്തിയിരുന്നു. മോള് പറഞ്ഞതനുസരിച്ചൊരു ഓട്ടോ ഒക്കെ പിടിച്ച് നേരെ റൂമിലോട്ട് വിട്ടു. റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നീതു എത്തി. ഭയങ്കര ടയേർഡായിട്ടാണ് മൂപ്പരാൾ വരുന്നത്. തലേ ദിവസം ഉറക്കമൊന്നും ശരിയാവാണ്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ലഗേജൊക്കെ റൂമിലോട്ട് വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. മോള് നേരെ ഹോസ്റ്റലിലോട്ട് പോയി ഉറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. ഉണ്ണിയാണെങ്കിൽ കോൺവോ ബാച്ച് ആയതുകൊണ്ട് തന്നെ അവളും തിരക്കാണ്. 2 പേരും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ജസ്റ്റ് ട്രിവാൻഡ്രം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പ്ലാനിൽ മ്യൂസിയം ആൻഡ് സൂ ആണ് ഉണ്ടായിരുന്നത്. അതനുസരിച്ച് നമ്മൾ റെഡി ആയിട്ട് നേരെ ഒരു ഊബറൊക്കെ പിടിച്ച് മ്യൂസിയത്തിലോട്ട് പോയി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ കയറി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ആസ് യൂഷ്വൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കറങ്ങിത്തിരിഞ്ഞു, കത്തിയടിച്ച് നടക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ സൂവിലോട്ടാണ് പോയത്. പക്ഷെ വിചാരിച്ച പോലെ സൂവിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഉണ്ണി വിളിക്കുന്നത്. അവൾക്ക് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒന്ന് സ്റ്റുഡിയോയിലൊക്കെ പോയി. പിന്നെ തിരിച്ചു വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. അടുത്ത പരിപാടി എന്നുള്ളത് കോളേജിലോട്ട് പോകാന്നുള്ളതാണ്. TMC ആണെങ്കിൽ നൈറ്റ് വ്യൂ അടിപൊളിയായിരുന്നു. ലൈറ്റിംഗ് ഒക്കെ ആയി നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇവിടെ വെച്ചാണ് നാളെ ഇവരുടെ പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡേ. ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഗ്രാജുവേഷൻ ഡേ. ഉണ്ണി ഇതാ ഫാമിലി റിസീവൽ കമ്മിറ്റിയിലായതുകൊണ്ട് നേരത്തെ പോവാണ്. അങ്ങനെ ഞാനും അമ്മയും ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും മോള് റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോഴേക്കും വൈഷ്ണവ് എത്തിയിരുന്നു. നമ്മൾ നേരെ കോളേജിലോട്ട് പോയി. കോളേജിൽ എത്തിയപ്പോഴേക്കും പാരൻസും പിള്ളേരും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ മോളിൻ്റെ ഉണ്ണിയുടെയും ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു. പിന്നെ ഫസ്റ്റ് പരിപാടി എന്നുള്ളത് ഫോട്ടോ സെഷനാണ്. ഫോട്ടോ എടുക്കാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള പോർഷൻസിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര വെയിലുമായിരുന്നു. അങ്ങനെ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നമ്മൾ ഡോമിലോട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ പ്രൊസഷനാണ്. ഇവരുടെ ടീച്ചേഴ്സും അതേപോലെ ചീഫ് ഗസ്റ്റും സ്റ്റുഡൻസ് എല്ലാവരും ഇതാ ലൈനായിട്ട് വന്നു. അങ്ങനെ എല്ലാവരും എത്തി. സീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇനാഗുറൽ ഫംഗ്ഷനാണ് തുടങ്ങിയത്. സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഉച്ചയൊക്കെ ആയി. ദെൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. Here comes the most awaited moment. Dr. Neetu K. Balan, daughter of Mrs. Manjula and Mr. Balasubramanian. Congratulations, Doctor. അത് കഴിഞ്ഞ് വന്ന പ്രോഗ്രാംസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് വൺ ടാസൽ ടേണിംഗ് സെറിമണിയാണ്. ഒഫീഷ്യലി ഗ്രാജുവേറ്റ്സ് ആവുമ്പോൾ അവരുടെ ക്യാപ്പിൻ്റെ ടാസൽസ് റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യും. നെക്സ്റ്റ് വൺ ഓത്ത് ടേക്കിംഗ് ആണ്. I will practice my profession with consciousness and dignity. പിന്നെ ക്യാപ് ടോസിങ്, ദെൻ ഫുൾ ബാച്ചിൻ്റെ ഡാൻസ്, ഫൈനലി ഫോട്ടോ സെഷനാണ്. അപ്പോൾ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ കോൺവോ ബാച്ച് ആയിട്ടുള്ള 22 ബാച്ച് ഉണ്ണിയുടെ ബാച്ചുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് പ്രോഗ്രാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ദെൻ നമുക്ക് ഈവനിങ് ഒരു 5 PM ആയപ്പോൾ ഡിന്നർ പാർട്ടി ആയിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. അങ്ങനെ പാക്ക് ചെയ്ത് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിലെത്തി. 9 മണിക്കാണ് ട്രെയിന്. പിറ്റേന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് പ്രിപ്പയർ ഒക്കെ ചെയ്തു. അപ്പോൾ ബൈ.